ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. കാരണം ഞാൻ ഇതൊരു റീൽ എടുക്കാൻ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര സൽവാറാണ് ഇടുന്നത്. അപ്പോൾ ഭയങ്കര നാടൻ രീതിയിലുള്ള മേക്കപ്പ് ആയിരിക്കും. പിന്നെ ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും വെച്ച് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. സോ ഭയങ്കര മിനിമൽ മേക്കപ്പ് ആയിരിക്കും. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ മിററൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ ഒറിജിനൽ കോലം ഇതാണ്. ഫേസൊക്കെ ഭയങ്കര, എൻ്റെ കണ്ണിനൊരു പ്രശ്നമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഈ താഴ്വശം ഭയങ്കര വീർത്തിരിക്കും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറും. പക്ഷേ രാവിലെ ഇങ്ങനെ വീർത്തിരിക്കും. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുമായിരിക്കും. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യത്തൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഇടും. മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തില്ല, നാണം കെടുത്തല്ലേ. മോയ്സ്ചറൈസർ ഇടും. അപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഫാഷന് വേണ്ടിയിട്ട് 2-3 മുടി വെട്ടിയിട്ടു. അതിപ്പോൾ എനിക്ക് വലിയ വള്ളിയായിരിക്കുവാണ്. ആദ്യം ഞാനിപ്പം മോയ്സ്ചറൈസർ ഇടും. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടും. സൺസ്ക്രീൻ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന അക്വലോജിക്ക്. എൻ്റെ വീഡിയോ ആണെന്ന് ആർക്കറിയാം. ഞാൻ സ്ഥിരം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നല്ല വെയിലുണ്ട്, അപ്പം നല്ല രീതിക്ക് അപ്ലൈ ചെയ്യണം. എൻ്റെ നെറ്റിക്ക് 2-3 കുരു വന്നിട്ടുണ്ട്. അത് എവിടെ നിന്ന് വാങ്ങുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ഭയങ്കര ക്ലിയർ, അവിടെ ഇവിടെയൊക്കെ പിഗ്മെൻറ്റഡ് ആണെങ്കിലും ഭയങ്കര ക്ലിയർ ഫേസ് ആയിരുന്നു. പക്ഷേ സൂക്ഷ്മം നോക്കിയാൽ അറിയാം കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇവർ എവിടെ നിന്ന് വന്നതാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇവർ വന്നിട്ടുണ്ട്. സോ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാറ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. നിങ്ങൾ എൻ്റെ ഐബ്രോ പെൻസിൽ കണ്ടിട്ട് ഓടരുത്, കാരണം ഇത് തീരാറായി. വാങ്ങിക്കണം. ഇന്ന് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് തീർന്നു. അപ്പം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ത്രെഡ് ചെയ്യണമെന്നുണ്ട്, കാരണം അവിടെ ഇവിടെയൊക്കെ കുരുത്ത് വരുന്നുണ്ട്. എനിക്ക് ഐബ്രോസ് അങ്ങനെ ഫില്ല് ചെയ്യാൻ അറിയാൻ പാടില്ല. ഞാനൊരു ഇതിലൊരു എക്സ്പേർട്ട് അല്ല. പക്ഷേ ഞാൻ അറിയാവുന്ന പോലൊക്കെ വരച്ച് വെക്കും. സാധാരണ എല്ലാവരും ഐബ്രോസ് രണ്ടും സെയിം ആയിരിക്കും. എൻ്റെത് നേരെ ഓപ്പോസിറ്റാണ്. ഒരെണ്ണം 8 എന്നും ഒരെണ്ണം 10 എന്നുമാണ്. അതാണ് എൻ്റെ ഐബ്രോസ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഐബ്രോസ് നല്ലതായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രൗണാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷെ അത് ഭയങ്കര ഒരുമാതിരി ഒരു കളറായിപ്പോയി. അടുത്തത് ഞാൻ കുറച്ച് ഐ ഷാഡോ ഇടും. എല്ലാം ഞാൻ കൈകൊണ്ടാണ് ഇടുന്നത്. ഞാൻ അന്നേരമാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്. എനിക്ക് കൈകൊണ്ട് ഇട്ടില്ലെങ്കിലൊരു സമാധാനമില്ല. പിന്നെ ഇടാൻ പോകുന്ന ഡ്രസ്സിൻ്റെ കളറ് നമുക്ക് കൈകൊണ്ടെടുക്കണം. കൈകൊണ്ടെടുത്തില്ലെങ്കിൽ എനിക്ക് എനിക്കൊരു സമാധാനവുമില്ല. ഞാൻ ഫൗണ്ടേഷൻ, കൺസീലർ, ബ്ലഷ് അതൊന്നും യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് യൂസ് ചെയ്യാൻ ഞാൻ അധികം എക്സ്പേർട്ട് അല്ല.
പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം എനിക്കത് ഇട്ടിട്ട് സമയം കളയാനുള്ളൊരു എന്തുവാണോ എന്തോ ഞാൻ കാണിച്ചു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ എഴുതും. ഞാൻ ആ രണ്ട് കണ്ണിൻ്റെയും ഏറ്റവും അറ്റത്തായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. അല്ലാണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കണ്ണെഴുതുന്ന ആളല്ല. താഴത്ത് എഴുതുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് റെഡിയാവാനൊക്കെ ഉണ്ടെങ്കിൽ താഴത്തൊന്ന് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ കണ്ണിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ എന്നും ഇത്രയും മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മസ്കാര ഈസ് മസ്റ്റ്. കാരണം മാസിൻ്റെ മസ്കാരയായിരുന്നു, അത് എഴുതിയേക്കുന്ന പോയി. മാസിൻ്റെ കയ്യിൽ ഈ ക്രീമായിട്ട് തുറക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് മസ്കാര താഴത്തിടാൻ അറിയാൻ പാടില്ല. ഞാൻ മുകളിൽ മാത്രമേ ഞാൻ മസ്കാര യൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് താഴത്തിടാൻ അറിയാൻ പാടില്ല. അതാണ് സത്യം. താഴത്തിടാൻ എനിക്കറിയാൻ പാടില്ല. ഇനി ഇത് സ്റ്റിക്കാണ്. ഞാൻ താഴത്തൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതിൻ്റെ ഒരു കണ്ണ് കുറച്ച് വിടർന്നായിട്ട് തോന്നാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് ഞാൻ എന്തൊക്കെ ഇട്ടു? ഇത്രയൊക്കെ ഞാൻ ഇടാറുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക്കും ഞാൻ മാർസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് തീരാറായി. മാസിൻ്റെ എന്താണ് ക്രയോൺ വെച്ചിട്ട് ഞാനൊന്ന് വരയ്ക്കും. അത് കഴിഞ്ഞ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാനൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കറക്റ്റാവും. ഇത് ലാക്മിയുടെ ആണ്. ഇതിൻ്റെ പേര് മഞ്ഞുപോയി. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി ചെയ്യണമൊന്നുമില്ല. ഇത്ര ഞാൻ ചെയ്യത്തുള്ളൂ. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യും. ഞാൻ സൽവാർ ഇടുന്നുണ്ട്. ഞാൻ ഇത് പൊട്ടും കൂടെ വെക്കാമെന്ന് കരുതി. ഇട്ട് നോക്കട്ടെ, ചേരത്തില്ലെങ്കിൽ നമ്മളെപ്പോൾ ഒരുക്കളെ. ചെയ്യുന്നില്ല. പൊട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം എനിക്ക് പൊട്ട് ചേരുന്നില്ല. കുറച്ച് റെഡ് പൊട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കിറ്റെക്സ് എന്തായിരുന്നു എൻ്റെ പേര്? എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ഇയർ റിങ്സും ഇട്ട് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം H&M കുറച്ച് ഇയർ റിങ്സ് വാങ്ങിച്ചു. എനിക്ക് ഇങ്ങനത്തെ റിങ്സാണ് ഇഷ്ടം. എനിക്ക് വലിയ ഹെവി ഇയർ റിങ്സ് ഇടുന്ന ഒരാളല്ല ഞാൻ. എനിക്കിഷ്ടമല്ല. കുഞ്ഞ് സ്റ്റഡൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഈ റിങ്സ് വാങ്ങിച്ചു. ഗൈസ്, ഇത് നിങ്ങൾ ആരും വാങ്ങിക്കരുത്. കാരണം ഒറ്റ യൂസിനുണ്ടായിരുന്നുള്ളൂ. കളർ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. H&M ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പക്ഷെ ഒറ്റ യൂസിന് കളർ പോകുന്നുണ്ടായിരുന്നു. അപ്പം അത് 6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. 599 6 എണ്ണത്തിൻ്റെ പാക്കറ്റാണ്. പാക്കറ്റല്ല, 6 എണ്ണത്തിൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാനിതിൽ ഇതിട്ടാം.
ഞാൻ ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്തു, അതിൻ്റെ കളർ പെട്ടെന്ന് പോയി. ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ്. ഒന്നാമത് എൻ്റെ കാത് ഭയങ്കര ഓക്കെ. ഞാൻ ഇടാം. കണ്ണിന ഓക്കെ. അപ്പോൾ ഞാൻ ഇയർ റിങ്സും ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇത്രയൊക്കെ ഒരു മിനിമൽ മേക്കപ്പാണ്. അധികം ഞാൻ മേക്കപ്പ് ഇടാറില്ല. പ്രത്യേകിച്ച് ഞാൻ ഫൗണ്ടേഷനൊന്നും ഇടാറില്ല, കൺസീലർ യൂസ് ചെയ്യാറില്ല, ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയാണ്. ഇനി ഡ്രസ്സും കൂടെ ഇടണം. എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഈ സൽവാറാണ്. ഓൾറെഡി ഞാൻ ഈ സൽവാർ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇടാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. മുടിയൊക്കെ നമുക്ക് ഡ്രസ്സ് ഇട്ടതിന് ശേഷം കെട്ടാം. ഓക്കെ ഗായ്സ്, ഞാനപ്പോൾ ഡ്രസ്സ് ഇട്ടു. ഇനി നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടു. ഇനി ഹെയറും കൂടെ സെറ്റ് ചെയ്യാം. എനിക്ക് മുടി അങ്ങനെ വലിയ രീതിയിലൊന്നും, എനിക്ക് ഒറ്റ ഹെയർ സ്റ്റൈലേ ഉള്ളൂ. ഒന്നെങ്കിൽ അല്ല, ഒറ്റയല്ല, 2 ഹെയർ സ്റ്റൈൽ. ഒന്നെങ്കിൽ ഞാൻ പോണി ടൈൽ കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ ഞാനും കിട്ടും. ഇതിങ്ങനെ കിട്ടും. ഇത് രണ്ടും എനിക്ക് ആകപ്പാട് അറിയാവുന്നത്. എനിക്കങ്ങനെ ഒന്നാമത്തെ കാര്യം, എൻ്റെ ഹെയർ ഇങ്ങനെ കെട്ടിയാലും ഞാൻ വെക്കുന്ന പോലെ ഇരിക്കത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ സുന്ദരിയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഓക്കെ അല്ലേ? കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തെ ഹെൽമെറ്റ് വയ്ക്കുമ്പോഴത്തെ ഞാൻ കെട്ടിയ രീതിയിലൊക്കെ അവിടെ നിന്നൊക്കെ ചെയിൻ മാറും, കുഴപ്പമാവും. ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ.